ഗസയിൽ ബന്ദികൾക്ക് മരുന്നും അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് സഹായവും എത്തിക്കാനുള്ള ഒരു ധാരണ ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ ഉണ്ടായി എന്ന വാർത്തയ്ക്കൊപ്പം തന്നെ കൂടുതൽ ഇസ്രായേൽ സേന ഗസയിൽ നിന്ന് പിന്മാറുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നുണ്ട്. വടക്കൻ ഗസയിലാണ് ഇസ്രായേൽ സേനയുടെ 36ാം ഡിവിഷൻ പിന്മാറുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പ്രചരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 3 ബറ്റാലിയൻ മാത്രമാണ് വടക്കൻ ഗസയിൽ അവശേഷിക്കുന്നത് എന്നാണ് വാർത്തകളൊക്കെ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ തോറ്റു പിന്മാറുകയാണോ ഗസയിൽ നിന്ന് എന്നാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത്. ദൗസർ, എന്തു തോന്നുന്നു ഈ പുതിയ ഇസ്രായേലിന്റെ നീക്കങ്ങൾ കാണുമ്പോൾ? അതൊരു പുതിയ യുദ്ധതന്ത്രമായിട്ടാണോ വിലയിരുത്തേണ്ടത്? കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ, അതേപോലെ ഇസ്രായേലിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ, അത് വെച്ചിട്ട് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പിന്മടക്കത്തിൻ്റെ സൂചനകൾ അവിടെ നിന്ന് കാണാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഗൊലാനി ബ്രിഗേഡ് എന്ന് പറയുന്നത് ഇസ്രായേലി IDFൻ്റെ ഏറ്റവും എലീറ്റ് ബ്രിഗേഡാണ്. അവരിൽ ഒരു ഡിവിഷൻ വളരെ നേരത്തെ തന്നെ, ഷുജായിലുണ്ടായിരുന്ന ഡിവിഷനെ നേരത്തെ തന്നെ അവർ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ വടക്കൻ ഗസയിലുള്ള ഒരു ഡിവിഷനെ കൂടെ പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ തിരിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളും ധാരാളമായിട്ട് വരുന്നുണ്ട്. തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളും അതിൽ തിരിച്ച് അവർ ഇസ്രായേൽ എത്തിയതിന് ശേഷം ഭയങ്കരമായിട്ട് പാട്ടുപാടി നൃത്തം ചെയ്യുന്നതിൻ്റെ വീഡിയോസും വരുന്നുണ്ട്. ഇവിടുന്ന് കഴിച്ചിലായല്ലോ എന്നുള്ളതിൻ്റെ ഇതിലാണ്. അല്ലല്ല, അലമ്പെന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്നുള്ള ഒരു ആഹ്ലാദ പ്രകടനമാണത്. അപ്പോൾ അതേക്കുറിച്ച് പിന്നെ IDFൻ്റെ ചില ഔദ്യോഗികമല്ലാത്ത അവർ കോട്ട് ചെയ്തുകൊണ്ട് വന്നത് അത് എന്താണ് ട്രെയിനിങ് ആൻഡ് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് തിരിച്ചു പോയതെന്നാണ് പറയുന്നത്. ട്രെയിനിങ് ആൻഡ് ഒരു യുദ്ധ രംഗത്ത് നിന്ന് ട്രെയിനിങ് ആൻഡ് റിഫ്രഷ്മെൻറ്റിന് ആളുകളെ, സൈന്യത്തെ, ബറ്റാലിയനെ പിൻവലിക്കുക എന്നുള്ളത് സാധാരണതയിൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ ആ സമയത്ത് വേറെ ടീമിനെ റീപ്ലേസ് ചെയ്യും. അങ്ങനെയാണല്ലോ, അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ യോവ് ഗാലൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. പിന്നെ നോർത്തേൺ ഗസയിൽ നിന്ന് നമ്മൾ സൈനികരെ പിൻവലിക്കുകയാണ്, അധികം വൈകാതെ തന്നെ ഖാൻ യൂനിസിൽ നിന്ന് നമ്മൾ പിൻവലിക്കും, ഇപ്പോൾ ലോ ഇൻറ്റൻസീവ് ഫൈറ്റാണ് നടക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന കാര്യം, നമ്മൾക്കിടയിലുള്ള ഡിവിഷൻ, നമ്മൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതയാണ് ഹമാസിന് ശക്തി ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നും അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ പിൻവലിക്കൽ ഒരു ടാക്ടിക്കൽ റിട്രീറ്റ് ആണോ, അല്ലെങ്കിൽ ഈ ട്രെയിനിങ് ആൻഡ് റിഫ്രഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ള കാര്യത്തിൽ സംശയം വരികയാണ്. അപ്പോൾ അവിടെ എല്ലാ ഇസ്രായേലി മാധ്യമങ്ങളിലും വരുന്നുണ്ട് വെച്ചാൽ ഈ ലോ ഇൻറ്റൻസീവ് ഫൈറ്റ് എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ഗ്രൗണ്ട് ഓപ്പറേഷൻസ് ഒന്നും അവിടെ നടക്കുന്നത് ഏരിയൽ ബോംബാർഡ്മെൻറ്റ് മാത്രമാണ്. അതാകട്ടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമില്ലാതെ നടത്താവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഹേഴ്സി ഹലേവി, അവിടുത്തെ IDFൻ്റെ ചീഫായിട്ടുള്ള സൈനിക മേധാവിയായിട്ടുള്ള ഹേഴ്സി ഹലേവിയുടെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലി മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പിന്നെ സൈനിക നേട്ടം, ഇതുവരെയും പ്രയാസത്തോടു കൂടി സൈനികർ നേടിയെടുത്തുള്ള നേട്ടം, അതിൻ്റെ സീരിയസ് ഇറോഷൻ സംഭവിക്കുകയാണ്. ഗുരുതരമായ ഒലിപ്പ്, അല്ലേ, ഇറോഷൻ നമ്മളെന്താ പറയുക, അത് ഒലിച്ചു പോയി, നേട്ടങ്ങൾ ഒലിച്ചു പോവുകയാണ്. ഈ സീരിയസ് ഇറോഷൻ സംഭവിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ശോഷണം സംഭവിക്കുകയാണ്. എന്തുകൊണ്ടാണ് ശോഷണം സംഭവിക്കുന്നത്? ഡേ ആഫ്റ്ററിനെ കുറിച്ച് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് പ്ലാൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? മിലിറ്ററി ലീഡർഷിപ്പ് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവർ ചെയ്യുന്നില്ല, അവർക്കൊരു പ്ലാൻ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർക്കൊരു പ്ലാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുവരെയും IDF നടത്തിയിട്ടുള്ള അധ്വാനമെല്ലാം വൃഥാവിലായി പോവുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പരിഭവം. എന്ന് അദ്ദേഹം പരിഭവപ്പെടുന്നതായിട്ട് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ ഗ്രൗണ്ട് ഓപ്പറേഷനിൽ അത് വളരെ വ്യക്തമായ കാര്യമാണ്. ഗ്രൗണ്ട് ഓപ്പറേഷനിൽ ഇസ്രായേലിന് ഒരു നേട്ടവും നേടാനായിട്ടില്ല. ഞാൻ ഈ ഗസ ചർച്ച തുടങ്ങിയ സമയം മുതൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, ഈ യുദ്ധം എന്ന് പറയുന്നത് ധാരാളം ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഇസ്രായേൽ പരാജയപ്പെടുകയും ചെയ്യുന്ന യുദ്ധമായിരിക്കും. ഇസ്രായേൽ പരാജയപ്പെടുകയാണ് എന്നതിൻ്റെ വളരെ സുവ്യക്തമായ സൂചനകൾ നൽകുന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് വരുന്നത്. പിന്നെ ഇന്നുണ്ടായിട്ടുള്ള ഡീൽ അത് വളരെ രസകരമായുള്ള കാര്യമാണ്. എന്താണ്? ഖത്തറും ഫ്രാൻസിൻ്റെയും മധ്യസ്ഥതയിൽ ഒരു ഡീൽ ഉണ്ടായിരിക്കുകയാണ്. ഈ ബന്ദികൾക്ക് ഇസ്രായേലി ബന്ദികൾക്ക് മരുന്നെത്തിക്കാൻ. അതിലും മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്രായേലി ബന്ദികൾക്ക് മരുന്ന് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഹമാസ് പറഞ്ഞു, ഗസയിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇവർക്ക് പ്രത്യേകമായിട്ട് മരുന്നെത്തിക്കുക എന്നുള്ളതാണ് ഡീല്. അതിൽ ഹമാസ് കുറേ നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ഒരു നിർദ്ദേശം, ഈ മരുന്നുകൾ ഇസ്രയേൽ തരുന്നതാവരുത്, ഫ്രാൻസ് തരുന്നതാവരുത്, അത് ഖത്തർ തരുന്നതായിരിക്കണം. അഗ്രീഡ്. രണ്ടാമത്തേത്, ഒരു ബോക്സ് മരുന്നാണ് ബന്ദിക്ക് കൊടുക്കുന്നതെങ്കിൽ 1000 ബോക്സ് ഗസയിലെ ജനങ്ങൾക്ക് കൊടുക്കണം. മൂന്നാമത്തേത്, ഇതിൻ്റെ ഷിപ്മെൻറ്റിൽ ഇതിൻ്റെ ലോഡ് പോകുമ്പോൾ ഇസ്രായേലി പരിശോധന ഉണ്ടാവാൻ പാടില്ല. അഗ്രീഡ്. അപ്പോൾ ഹമാസ് വെച്ചിട്ടുള്ള 3 നിബന്ധനകൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇന്ന് വലിയ തോതിൽ ട്രക്കുകൾ ഗസയിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. മരുന്ന് മാത്രമല്ല, ഭക്ഷ്യവസ്തുക്കളുടെയും ട്രക്ക്. അപ്പോൾ ഇന്നലെ UN ഒരു ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ടെലിവിഷൻ ചാനലുകളോട്. അദ്ദേഹത്തിൽ പറയുന്നത്, എവ്രി സിംഗിൾ പേഴ്സൺ ഇൻ ഗസ ഈസ് ഹംഗ്രി എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ ആധുനിക കാലഘട്ടത്തിൽ ഒരു UN ആൾ പറയുകയാണ്, ഒരു നാട്ടിലെ ഓരോ മനുഷ്യനും വിശക്കുന്നു. എന്താണ് ഇസ്രായേൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മാത്രമാണ്. ആളുകളെ കൊല്ലുക, ആളുകൾക്ക് ഭക്ഷണം നിഷേധിക്കുക. ഈ IDF നമ്മുടെ ഈ കേരളത്തിൽ ഒരു ടെലിവിഷൻ ചാനലിലും BJPയുടെ ഉത്തരവാദപ്പെട്ട ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒരിക്കൽ പറയുന്നത് കേട്ടോ, ലോകത്തിലെ തന്നെ ഏറ്റവും ഡിസിപ്ലിൻഡ് ആൻഡ് പ്രൊഫഷണൽ ആർമിയാണ് IDF എന്ന് പറയുന്നത്. ഇത് പൊതുവെ ലോകത്തിലൊരു ധാരണയാണ്. ഈ ലോകത്തെ ഏറ്റവും ഡിസിപ്ലിൻഡ് ആൻഡ് പ്രൊഫഷണൽ ആർമി ആയിട്ടുള്ള IDF ഈ പറയുന്ന 17 വർഷമായി ഉപരോധത്തിൽ കഴിയുന്ന ഒരു ജനതയോട്, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഗറില്ല സംഘത്തോട്, അവർക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോട്ടെ, അവർക്കിടയിൽ സ്തംഭിച്ചു നിൽക്കുന്നു എന്നുള്ളത് ചരിത്രത്തിലെ അനിതര സാധാരണമായിട്ടുള്ളൊരു അധ്യായമായി രേഖപ്പെടുത്തപ്പെടും. യെസ്. പക്ഷേ അതിവിടെ യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ ഇനി എങ്ങനെയാകണം മുന്നോട്ടുള്ള നീക്കങ്ങൾ? ഏത് രീതിയിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൽ ഒരു വ്യക്തതയില്ലേ ഇസ്രായേൽ സൈന്യത്തിന് അല്ലെങ്കിൽ നെതന്യാഹുവിന്? അതുകൊണ്ടാണോ ഈ നീക്കങ്ങൾ? കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ കണ്ടാൽ അവർക്കൊരു ടോട്ടൽ പ്ലാൻ ഇല്ലായ്മ വ്യക്തമാണ്. ഇപ്പം നേരത്തെ ദാവൂസായി പറഞ്ഞില്ല, അതായത് 101 ദിവസം യുദ്ധം ചെയ്തു, തകർക്കാൻ കഴിയുന്നതിനൊക്കെ തകർത്തു, 24,000 മനുഷ്യരെ കൊന്നു. എന്നിട്ടും അവരുടെ 120 ബന്ദികൾ എവിടെയാണ് എന്ന് വെച്ചാൽ ഗസയിൽ സമ്പൂർണ്ണമായും തകർത്തു. ഇനി ഒന്നും അവിടെ ഇല്ല. 10% സംതിങ് അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമേ ബിൽഡിങ്ങുകൾ അവിടെയുള്ളൂ. എന്നിട്ട് ഈ ചെറിയ പ്രദേശത്ത് എവിടെയാണ് സ്വന്തം ബന്ദികളെ പാർപ്പിച്ചിരിക്കുന്നത് എന്നിവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. 101-ാം ദിവസവും ഇതേ ഹമാസ് പറയുന്ന വ്യവസ്ഥ അനുസരിച്ച് മരുന്ന് കൊടുത്തു വിട്ടിട്ട് ഇപ്പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഇത് പരാജയമല്ലാതെ മറ്റെന്താണ്? ഇത് വിജയം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കുഞ്ഞുങ്ങളെ കൊല്ലുക, നമ്മൾ എപ്പോഴും പറയും കുഞ്ഞുങ്ങളെ കൊല്ലുക ഈസിയാണ്, കുറേ ബോംബിരിപ്പുണ്ടല്ലോ, കൊണ്ടിട്ടാൽ മതി മോളിൽ കൂടെ. അതല്ലാതെ സൈനികമായ വിജയം നേടാൻ കഴിഞ്ഞു. 101-ാം ദിവസവും ബന്ദികൾ എവിടെയാണെന്ന് അവർ ക്ലൂലെസ്. 103-ാം ദിവസം ഒരു ഐഡിയ അവർക്കില്ല. എന്നിട്ട് മരുന്ന് കൊടുത്തു വിട്ടിട്ട് അവർ പറയുന്ന അതേ വ്യവസ്ഥകളനുസരിച്ച് കാത്തു നിൽക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇതാണ് തോൽവി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയുടെ ഒക്കെ താഴെ ആൾക്കാർ കമൻറ്റ് ചെയ്യുകൊണ്ട് ഇത്രയും പേര് മരിച്ചിട്ടും എന്താണ് ഇപ്പോഴും ഇസ്രായേലിന് തിരിച്ചടി എന്ന് പറഞ്ഞതിൻ്റെ ലോജിക്കുന്നതാണ്. ഇസ്രായേലിന് വിജയിക്കാൻ കഴിയുന്നെങ്കിൽ ആ 129 ബന്ദികളെ വീണ്ടെടുക്കട്ടെ, അതല്ലേ? ഹമാസിൻ്റെ മുഴുവൻ പ്രത്യാക്രമണ സാധ്യതകളെ ഇല്ലാതാക്കട്ടെ. ഇപ്പോഴും അവിടെ കയറുന്ന പട്ടാളക്കാരെ പിൻവലിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? 100 കണക്കിന് പട്ടാളക്കാർ കൊല്ലപ്പെടുക എന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സംഭവമാണ്. 1000-കണക്കിന് പട്ടാളക്കാർ ജീവിതാന്ത്യം വരെ ഇനി വികലാംഗരായി ജീവിക്കേണ്ടി വരും എന്ന പ്രശ്നം അവർ അഭിമുഖീകരിക്കുകയാണ്. ഇതൊന്നും ചെറിയ പ്രശ്നമല്ല അവരുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത്. കോടാനുകോടി രൂപയാണ് ഈ ഇടപാടിന് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി, മാനുഷിക പ്രതിസന്ധി, വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദത്തെയും ട്രോമയെയും ഒപ്പം തന്നെ വിഹുലതകളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ജനത, അവരുടെ പട്ടാളം. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുന്ന് പിൻവാങ്ങിയ പട്ടാളക്കാർ അവിടെ പോയി സന്തോഷിക്കുന്നത്? ഈ യുദ്ധവിജയം നേടിയതിൻ്റെ ആ ഒരു വിക്ടറി ഡേ വന്നതിൻ്റെ ഭാഗമാണ്. അല്ല, ഞങ്ങൾ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് സന്തോഷിക്കുകയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ തോറ്റു പിന്മാറാണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിൻ്റെ എല്ലാ പിന്മാറ്റവും തോറ്റുകൊണ്ടുള്ള പിന്മാറ്റമാണ്. ജയം എന്നത് അവർ പ്രഖ്യാപിക്കുന്നത് ഇസ്രായേലിനെ ഹമാസിനെ നിരായുധീകരിക്കുക, ഹമാസിൻ്റെ ആക്രമണശേഷി ഇല്ലാതാക്കുക, ഹമാസിന് വേണ്ടി ശബ്ദിക്കുന്നവരെയോ ഹമാസിന് വേണ്ടി അണിനിരക്കുന്നവരെയോ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഹമാസിന് മിഠായി കൊടുക്കുന്നവരെ ഇല്ലാതാക്കുക. സോ അത് ആ സംഗതി ഇപ്പോഴും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൊണ്ട് തന്നെ ഇത് നിശ്ചയമായിട്ടും ഒരു തോൽവിയാണ് പല അർത്ഥത്തിലും. ഇപ്പം ഇത് പിന്മാറ്റം സ്ട്രാറ്റജിയാണെന്നൊക്കെ പല ആൾക്കാരും, ഇപ്പം അമേരിക്കൻ വൈറ്റ് ഹൗസ് വക്താവ് പറയുന്നുണ്ട് ഇവർ പിന്മാറുകയാണ്. അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്, ജോൺ കിർബി പിന്മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആക്രമണത്തിൻ്റെ ആഴം കുറയുമ്പോൾ കുറച്ചുകൂടി ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് നമുക്ക് വേഗത്തിലാക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ അവർ കൺഫേം ചെയ്തിട്ടുണ്ട് ഇവർ പിൻവാങ്ങുകയാണ്. എന്ന് വെച്ചാൽ ആക്രമണത്തിൻ്റെ സാധ്യത കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ നിന്ന് ചെയ്യാൻ കൂടി ബാക്കിയില്ല. ചെയ്യാവുന്നത് ഈ ആളുകളെ കൊല്ലാവുന്നേ ഉള്ളൂ. 22 ലക്ഷം മനുഷ്യരെ മുഴുവൻ കൊല്ലാൻ പറ്റുമോ ദിവ്യ? പറ്റില്ല.
കുറേ പേരെ കൊന്നു അവരുടെ കലി തീർക്കാവുന്നതിനപ്പുറത്തേക്ക് അവരുടെ മിലിറ്ററിയിലുള്ള അവരുടെ ഗോൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഭയങ്കരമായ പ്രശ്നം ഇപ്പം എന്താ പറയുക, ഹൂത്തികൾ ഉണ്ടാക്കുന്ന ചെങ്കടലിലെ പ്രശ്നം കാരണം അവർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ചെറുതല്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഈ ഒക്ടോബർ 7 ആക്രമണത്തിന് തൊട്ട് മുൻപ് ലോകത്തെ ഏറ്റവും കൂടുതൽ CNG കയറ്റി അയക്കുന്ന ആ നിലയ്ക്ക് വലിയ തോതിൽ വേര് പിടിക്കുന്ന ഒരു രാജ്യമായി വളർന്നു വരികയും അതവരുടെ വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു. ഇപ്പോൾ ഒരു വിശ്വസനീയമായ ട്രേഡിംഗ് പാർട്ട്ണറാണോ ഇസ്രായേൽ എന്നുള്ള ക്വസ്റ്റ്യൻ ലോകത്ത് ഉയർന്നു വരികയാണ്. ഇസ്രായേൽ ഒട്ടും സെക്യൂരിറ്റി ഇല്ലാത്തൊരു സ്റ്റേറ്റാണ്. അവിടെ പോയി നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമോ, അവിടുന്ന് കപ്പൽ വലിക്കാനോ അങ്ങോട്ട് അയക്കാനോ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ഇപ്പം ബാധിക്കുന്നതിൻ്റെ അളവ് കുറവാണെങ്കിൽ ലോങ് ടേമിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ഉള്ളത് എല്ലാം മുടിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നെതന്യാഹു കടുംപിടുത്തമായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലക്ഷ്യങ്ങളുടെ ഭാഗമാണ്. യോഗി ആദിത്യനാഥിൻ്റെ തൊഴിലാളികളും യെസ്, ഇവിടെ നിന്ന് പോയിട്ടുള്ള തൊഴിലാളികളെ കൊണ്ട് കുറേ പേരെ എന്തിനാണ് നമ്മൾ ഓർക്കുക, അതിൻ്റെ ഒരു നാണക്കേട് വേറെ തന്നെ പറയേണ്ടതാണ്. പോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഒരു തന്ത്രപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയമായാണെങ്കിലും സൈനികമായാണെങ്കിലും ഇത് പരാജയമാണ്. പിന്നെ ആളുകൾ കൊല്ലപ്പെട്ടത് അത് ലോകത്തിൻ്റെ തോൽവിയാണ്. അത് ഗസയുടെ മാത്രം തോൽവിയല്ല, ലോകത്തിൻ്റെ പരാജയമാണ്. 24,000 പേര് കൊല്ലപ്പെടുന്നു, ഇപ്പോഴും ആളുകൾക്ക് വിശക്കുന്നുള്ളത്. അത് പരിഹരിക്കാൻ ലോകത്തിന് കഴിയുമെങ്കിൽ അവരെ ചെയ്യട്ടെ. അല്ലാതെ ഗസയെ തോൽപ്പിക്കാൻ പറ്റി, ഹമാസിനെ തീർക്കാൻ പറ്റി എന്ന് ചങ്കൂറ്റുണ്ടെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങൾ ഹമാസിനെ തീർത്തു വന്ന് ഈ 103 ദിവസം പറ്റുമോ? പറ്റുന്നില്ല. യെസ്, അതാണ് പൂർണ്ണ വിജയം നേടിയെന്ന് ഒരിക്കലും ഇസ്രായേലിന് അവകാശപ്പെടാൻ കഴിയില്ല. വലിയ തിരിച്ചടിക്ക് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ സൈനികരെ കൂടി ഗസയിൽ നിന്ന് പിൻവലിക്കുന്നത്. അത് ഗസയിൽ നിന്ന് ഇസ്രായേൽ തോറ്റു പിന്മാറുന്നു എന്ന് തന്നെ വിലയിരുത്തപ്പെടും. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.